ഹലോ ഗൈസ്. നാളത്തേക്കുള്ള നിഫ്റ്റിയുടെ അനാലിസിസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ സ്പോട്ട് പ്രൈസിന്റെ 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ സ്പോട്ട് പ്രൈസിനെ ബേസ് ചെയ്തിട്ടുള്ള നിഫ്റ്റിയുടെ ഇമ്പോർട്ടന്റ് ലെവൽസ് ട്രേഡ് സെറ്റപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഫ്യൂച്ചറിന്റെ ലെവൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഓക്കെ. ഇപ്പൊ ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ സ്പോട്ട് പ്രൈസിന്റെ ചാർട്ടിലാണ്. അപ്പൊ നാളത്തേക്ക് നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലെവൽ നിങ്ങൾ സപ്പോർട്ട് സോൺ ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. ഇന്ന് നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നമ്മൾ ഈ ഒരു ലെവൽ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിരുന്നു. അപ്പൊ ആ ഒരു ലെവലിലേക്കാണ് നിഫ്റ്റി ഇന്ന് അപ്രോച്ച് ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് 23,830 മുതൽ 23,800 വരെയുള്ള ലെവൽ എന്താണ്, ഇത് സപ്പോർട്ടായിട്ട് നിഫ്റ്റിയിൽ ആക്ട് ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ എന്താണ് ഈ ഒരു ലെവലിന്റെ താഴെ നമുക്കൊരു ഡൗൺ മൂവ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനാണ് സാധിക്കും. നാളെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് ഒക്കെ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ലെവലിലേക്ക് വന്ന് ഈ ഒരു ലെവലിൽ നിന്ന് പ്രൈസ് റിജക്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷെ ഈ ഒരു ട്രേഡ് സെറ്റപ്പിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് മാർക്കറ്റിന്റെ ബിഹേവിയർ, അതായത് മാർക്കറ്റിന്റെ ഒരു സെന്റിമെന്റ്സ് മനസ്സിലാക്കിയിട്ട് മാത്രമേ ട്രേഡ് അപ്സൈഡിലേക്ക് പ്ലാൻ ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പം ഈ ഒരു ലെവലിൽ നിന്നൊക്കെ നാളെ ഒരു റിവേഴ്സൽ പാറ്റേൺ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നാളെ ഒരു ഡൗൺ സൈഡിലേക്ക് ഒരു എൻട്രി പ്ലാൻ ചെയ്യുന്നത് ഈ ഒരു 23,800 ലെവലിന്റെ താഴെയാണ്. 23,800ന്റെ താഴെ ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ള ലെവൽ ആയതുകൊണ്ട് തന്നെ നമ്മളൊരു 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് സഡൻ ആയിട്ട് എൻട്രി എടുക്കുക. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ആ ഒരു ഏരിയയിൽ മാർക്കറ്റ് ആ ലെവലിന് താഴെയായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തു എന്ന് ഉറപ്പുവരുത്തിട്ട് മാത്രം ഒരു ട്രേഡ് താഴേക്ക് പ്ലാൻ ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് 23,700 ലെവൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് നോക്കാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും നിഫ്റ്റിയിൽ ഇതൊരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതായത് 23,640 ലെവലിലേക്ക് മാർക്കറ്റ് എത്താനുള്ള ഒരു പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഓക്കെ. അപ്പൊ നിങ്ങൾ ഈ ഒരു ടാർഗറ്റ് ഒക്കെ നിങ്ങളുടെ മൈൻഡിൽ വെക്കുക. അതുപോലെ തന്നെ എഗെയിൻ മാർക്കറ്റ് താഴേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ അതിന്റെ ഒരു റീസൺ ഞാൻ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടിൽ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അതായത് നമ്മൾ ഈ ഒരു അതായത് കഴിഞ്ഞ ദിവസം 12/6 നിഫ്റ്റിയിലെ ഒരു അപ്സൈഡിലേക്കുള്ള ഒരു മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ ബൈയിങ് ആണ്. അത് നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടിൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നിഫ്റ്റി വരും ദിവസങ്ങളിൽ നിഫ്റ്റി ഈ ഒരു ലെവലിലേക്ക് 23,500 23,500 ലെവലിലേക്ക് നിഫ്റ്റി എത്താനുള്ള ഒരു പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഞാനത് കറക്റ്റ് ആയിട്ട് ഫ്യൂച്ചറിന്റെ ചാർട്ടിൽ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ടാർഗറ്റ് ഞാൻ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തുതരാം. നിങ്ങൾ ആ ലെവൽ കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് നോക്കണം. അതായത് നിഫ്റ്റിയുടെ POC ലെവലിലേക്ക് നിഫ്റ്റി എത്താനുള്ള ഒരു പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പം സ്പോട്ട് പ്രൈസിന്റെ ലെവൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അതായത് ഈ ഒരു ലെവലിൽ താഴേക്ക് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ 23,550 മുതൽ 23,540 ആ ഒരു ഏരിയ ചെറിയൊരു സപ്പോർട്ട് ഏരിയ ആണ്. അതുപോലെ തന്നെ 23,500 ലെവൽ ഒരു സപ്പോർട്ടാണ്. അതുപോലെ തന്നെ 23,410 ഒരു ലെവൽ ഒരു ചെറിയ സപ്പോർട്ടാണ്. ഇതൊക്കെ ചെറിയ ചെറിയ ലെവൽസ് ആണ്. ഓക്കെ. അതേപോലെ തന്നെ എന്താണ് അപ്സൈഡിലേക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു ലെവലിന്റെ മുകളിലാണ്. അതായത് 24,000 മുകളിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് ചെറിയൊരു അപ്സൈഡ് മാത്രം എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതായത് എഗെയിൻ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു റെസിസ്റ്റൻസ് ഏരിയ കാണാൻ സാധിക്കും. 24,070 മുതൽ 24,100 വരെയുള്ള ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. അപ്പം ഈ ഒരു 24,100 മുകളിൽ മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ എഗെയിൻ നമുക്കൊരു അപ്സൈഡ് മൂവിന് ചാൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയുടെ നെക്സ്റ്റ് ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് ഞാൻ 15 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് പോവാണ്. അപ്പം നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. അതായത് 24,250 ലെവല്. അതേപോലെ തന്നെ നെക്സ്റ്റ് ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് 24,460 ഏരിയ ആണ്. അപ്പൊ ഈ ഒരു ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്ത് നോക്കുക. അതായത് 24,460 മുതൽ 24,480 വരെയുള്ള ഒരു ഏരിയ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് സോൺ ആയിട്ട് നിഫ്റ്റിയിൽ മാർക്ക് ചെയ്ത് വെക്കുക. അപ്പം ഈ ഒരു ഏരിയയിൽ നിന്നും വരും ദിവസങ്ങളിൽ ഒരു റിജക്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഡൗൺ സൈഡിലേക്കുള്ള ട്രേഡ് പ്ലാൻ ചെയ്യാവുന്നതാണ്. ഈ ഒരു ലെവലിൽ നിന്ന് ഒരു പ്രൈസ് റിജക്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഡൗൺ സൈഡിലേക്ക് എൻട്രി പ്ലാൻ ചെയ്യാവുന്നതാണ്. ഓക്കെ. ഞാൻ നേരെ നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടിലേക്ക് പോവാണ്. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിരുന്നു. അതായത് 12/6 നിഫ്റ്റിയിൽ ആ ഒരു അപ്സൈഡ് റാലി ഒരു ഇമോഷണൽ ബൈങ് ആണ്. അതുകൊണ്ട് തന്നെ എന്താ നിഫ്റ്റി വരും ദിവസങ്ങളിൽ നിഫ്റ്റിയുടെ ഫ്യൂച്ചറിന്റെ പ്രൈസ് ഈ ഒരു POC ലെവലിലേക്ക് എത്താനുള്ള ഒരു പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പം നിഫ്റ്റിയിൽ ഒരു ഡൗൺ സൈഡിലേക്കുള്ള ഡയറക്ഷൻ നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം മാർക്കറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ടാർഗറ്റ് വെക്കാനായിട്ട് നമുക്ക് ഈ ഒരു ലെവൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതായത് നിഫ്റ്റിയുടെ ഫ്യൂച്ചറിന്റെ പ്രൈസ് ആയിട്ടുള്ള
23,390 ലെവലിലേക്ക് മാർക്കറ്റ് എത്താനുള്ള ഒരു പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഇപ്പൊ നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്, നിഫ്റ്റിയുടെ ഫ്യൂച്ചറിന്റെ ചാർട്ട് നിൽക്കുന്നത് 23,930 അപ്പം ഏകദേശം ഒരു 500 പോയിന്റ് നിഫ്റ്റി താഴേക്ക് ഇറങ്ങി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ ഈ ഒരു ലെവൽ നിങ്ങളുടെ മൈൻഡിൽ വെക്കുക. അതുപോലെ തന്നെ മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടുന്ന് സഡൻ ആയിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം ഈ ലെവൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. അപ്പൊ അതേപോലെ തന്നെ നാളത്തേക്കുള്ള നിഫ്റ്റിയുടെ വലിയൊരു ഹൈയും ലോയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എല്ലാ ദിവസവും കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യാറുണ്ട്. അതായത് ഇന്നത്തെ നിഫ്റ്റിയുടെ വലിയൊരു ഹൈ എന്ന് പറയുന്നത് 23,983 അതുപോലെ തന്നെ വലിയൊരു ലോ എന്ന് പറയുന്നത് 23,930 ആ ഒരു ഏരിയ ആണ്. അപ്പം ഇതിന്റെ ഉള്ളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സൈഡ് വേസിനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് ഒരു മാർക്കറ്റ് റേഞ്ചിനുള്ളിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം ഈ ഒരു വാല്യൂവിന്റെ ലോയിന്റെ അല്ലെങ്കിൽ ഹൈയുടെ മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ നിഫ്റ്റിയിൽ ഒരു അപ്പ് സൈഡിലേക്ക് അല്ലെങ്കിൽ ഡൗൺ സൈഡിലേക്ക് മാർക്കറ്റ് ട്രെൻഡിങ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതിലൊരു കൺഫർമേഷൻ നമുക്ക് കിട്ടുന്നത് ആദ്യത്തെ ഒരു 1 അവറിന് ശേഷം മാത്രമാണ്. അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈലിന്റെ ഒരു ഓപ്പണിംഗ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള നമ്മുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.